പ്രകൃതി കൊണ്ടും വിദ്യാസമ്പന്നവും സാംസ്കാരികവുമായി ഇന്ത്യയിൽ ഏറ്റവും മുന്നിട്ട് നിൽക്കുന്ന സംസ്ഥാനമാണ് കേരളം. 14 ജില്ലകളിൽ കൂടുന്ന കേരളം എല്ലാ മേഖലകളിലും മുൻപന്തിയിലും പ്രശസ്തിയിലുമാണ് നിൽക്കുന്നത്. കേരളത്തിന്റെ സാംസ്കാരികവും പാരമ്പര്യവുമായ ഉന്നമനത്തിൽ നിൽക്കുന്ന പ്രധാനപ്പെട്ട ജില്ലയാണ് അക്ഷര നഗരിയായ കോട്ടയം. വിദ്യാസമ്പന്നമായ ഉറവിടമാണ് അക്ഷര നഗരിയായ കോട്ടയത്തെ മറ്റു ജില്ലകളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്. അതിന് പ്രധാനപ്പെട്ട കാരണം ബ്രിട്ടീഷ് അധിനിവേശ കാലത്ത് ഇവിടെ കുടിയേറി പാർത്ത ക്രിസ്ത്യൻ മിഷണറിമാരുടെ പ്രവർത്തനങ്ങളാണ്. ഇന്ത്യയിലെയും കേരളത്തിലെയും ആദ്യത്തെ വിദ്യാഭ്യാസത്തിന്റെ ഉറവിട കേന്ദ്രങ്ങൾ ഇവിടെയാണ്. കുറവിലങ്ങാട് കോട്ടയം ജില്ലയിലെ വാണിജ്യവും സാംസ്കാരികവുമായ പ്രധാന കേന്ദ്രങ്ങളിൽ ഒന്നാണ്. പേര് പോലെ തന്നെ ഒന്നിനും കുറവില്ലാത്ത നാട് എന്ന പ്രത്യേകത ഈ ഭൂപ്രദേശങ്ങളിൽ കാണുന്നു. നസ്രാണി തറവാടുകളുടെ നടുമുറ്റം എന്ന് വിശേഷിപ്പിക്കാവുന്ന കുറവിലങ്ങാട് കലാ സാംസ്കാരിക രംഗങ്ങളിൽ ഒട്ടനവധി പ്രശസ്തി ആർജിച്ച് തലയെടുപ്പോടുകൂടി ഉയർന്നു നിൽക്കുന്നു. തോമസ് ലീഗ ജ്ഞാനസ്നാനം നൽകി എന്ന് അവകാശപ്പെടുന്ന കള്ളി, കാളിയാങ്കൽ, പകലോമറ്റം, ശങ്കരപുരി എന്നീ കുടുംബങ്ങളുടെ വേരുകൾ 2000 വർഷങ്ങളായി ഇവിടെ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു. തികച്ചും റോമൻ കത്തോലിക്കർ മാത്രം തിങ്ങിപ്പാർക്കുന്ന ഇവിടെ മറ്റിതര സഭകൾ വേറെയില്ല. ഈ ദേശത്തേക്ക് 1989, 1990 കാലയളവിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയുടെ ബഥേൽ ബൈബിൾ കോളേജിൽ നിന്നും ഹോം മിഷണറീസ് കൗൺസിലിംഗിന്റെ 2 ടീമുകൾ വന്ന് പ്രവർത്തിച്ചുവെങ്കിലും അത് പരാജയപ്പെട്ടുപോയി. 1991 ബഥേൽ ബൈബിൾ കോളേജിലെ 4ാം വർഷ BTH വിദ്യാർത്ഥിയായിരുന്ന ആന്റണി ജോസഫ് തന്റെ ഭാര്യ പിതാവിന്റെ ശുശ്രൂഷ സ്ഥലമായ മൂവാറ്റുപുഴയ്ക്കടുത്ത് നെല്ലാട് എന്ന സ്ഥലത്ത് പോയിട്ട് ബസ്സിൽ യാത്രയിൽ കുറവിലങ്ങാട് കൂടി യാത്ര ചെയ്തപ്പോൾ ഈ സ്ഥലത്ത് പ്രവർത്തിക്കുക എന്ന ഒരു ആത്മനിയോഗമുണ്ടായി. ഈ വിവരം ബൈബിൾ കോളേജിൽ അറിയിച്ചുവെങ്കിലും 2 പ്രാവശ്യം ടീം ഇട്ടതാണ്, അതുകൊണ്ട് ടീം ഇടുവാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. എങ്കിലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. ദൈവം പ്രവർത്തിച്ചു, ടീം ഇട്ടു. അങ്ങനെ 1992 ഫെബ്രുവരി 3-ാം തീയതി ബൈബിൾ കോളേജ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് ആന്റണി ജോസഫിന്റെ നേതൃത്വത്തിൽ കർത്താവിന്റെ ദാസന്മാരായ സേവ്യർ ഹെൻറി, MK മുനീർ, ബ്രൈറ്റ് എന്നിവരുമായി കോട്ടയം സെക്ഷൻ പ്രസ്ബിറ്റർ പരേതനായ വിജയ മാത്യുവിന്റെ അടുക്കലെത്തി. അവിടുന്ന് കുറവിലങ്ങാട്ട് വരുവാൻ ഇടയായി. 1992 ഫെബ്രുവരി മാസം 3-ാം തീയതിയാണ് ഞങ്ങൾ 4 പേര് HMCയുടെ ബന്ധത്തിൽ ഹോം മിഷണറി കൗൺസിൽ ബഥേൽ ബൈബിൾ കോളേജിന്റെ സുവിശേഷീകരണ വിഭാഗവുമായിരിക്കുന്ന HMCയോടുള്ള ബന്ധത്തിൽ ഇവിടെ കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചത്. ഞങ്ങൾക്ക് ഭവനം ലഭിക്കാതെ വന്നതുകൊണ്ട് കുറവിലങ്ങാട് ഗാനം ഓഡിറ്റോറിയത്തിലാണ് ഒരു വാടക റൂം ലഭിക്കാനിടയായത്. 3 ദിവസം ഞങ്ങൾ ഭവനങ്ങൾക്ക് വേണ്ടി അന്വേഷിച്ച് നടന്നുവെങ്കിലും പിന്നീട് വേറെ വളരെ പൈസ കുറവുള്ള ഒരു മുറി മാത്രമുള്ള വളരെ ഇടുങ്ങിയ ഒരു പുന്നംകുടി ലോഡ്ജിലാണ് ഞങ്ങൾക്ക് താമസിക്കുവാൻ ദൈവം ഇടയാക്കിയത്. ഈ സന്ദർഭത്തിലാണ് കാഞ്ഞിരംകുളം കോളനി ഭാഗത്ത് ഐസാരിയുടെ ഭവനത്തിൽ ഒരു കരിസ്മാറ്റിക് പ്രാർത്ഥന നടക്കുന്നുണ്ട് എന്ന് ഞങ്ങൾക്ക് അറിവ് ലഭിച്ചു. അങ്ങനെ ഞങ്ങൾ 4 പേരും കൂടെ ഒരു ഉച്ച കഴിഞ്ഞ സമയത്ത് മുട്ടിങ്കൽ ജംഗ്ഷനിൽ കുറെ കുട്ടികൾ സ്കൂൾ വിട്ടു വരുമ്പോൾ അവരോട് ചോദിച്ചു, മക്കളെ, ഈ ഐസാനി ചേട്ടന്റെ വീട് നിങ്ങൾക്കറിയാമോ? ഭാഗ്യവശാൽ അദ്ദേഹത്തിന്റെ 2 മക്കളോടാണ് ഇത് ചോദിച്ചത്. അങ്ങനെ അവരുടെ വീട്ടിലേക്ക് ഞങ്ങളെ ക്ഷണിക്കുകയും അവിടെ കടന്നു ചെന്ന് ഞങ്ങൾ പ്രാർത്ഥിച്ച് സുവിശേഷം പറഞ്ഞ് കടന്നു പോരുകയും ചെയ്തു. ചില ദിവസങ്ങൾക്ക് ശേഷം സാമ്പത്തികപരമായിട്ട് ഞങ്ങളുടെ 1 മാസത്തേക്കുള്ള പ്രവർത്തനത്തിനുള്ള സാമ്പത്തികം തീർന്നത് മുഖാന്തരമായിട്ട് ആ ടീം പിരിച്ചുവിടപ്പെട്ടു. തുടർന്ന് 1992 ഏപ്രിൽ മാസം 4-ാം തീയതി ആന്റണി ജോസഫും ഭാര്യ കുഞ്ഞുമോളും മക്കളായ പ്രിൻസിയും ജോയിസും പുന്നമ്പുഴ ലോഡ്ജിൽ നിന്ന് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ കോഴ അമ്പലത്തിന്റെ അടുത്തുള്ള ഒരു ഭവനം ഞങ്ങൾക്ക് ലഭിച്ചു. അവിടെ വെച്ച് നമ്മുടെ ഈ സഭയുടെ ആദ്യത്തെ സഭായോഗം ആരംഭിക്കുന്നത് ആ ഭവനത്തിൽ വെച്ചാണ്. AG കോട്ടയം സെക്ഷന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന പരേതനായ വിജയ മാത്യു പാസ്റ്ററാണ് അന്ന് ആ യോഗത്തിൽ വന്ന് ഈ സഭായോഗം ഉദ്ഘാടനം ചെയ്യുവാനിടയായത്. പാലയിൽ നിന്നും എൻ്റെ സ്നേഹിതനായിരിക്കുന്ന വർഗീസ് മാത്യുവും അതുപോലെ പല പ്രിയപ്പെട്ടവരും കാരിത്താസിലുള്ള എൻ്റെ സ്നേഹിതൻ ജോണിക്കുട്ടി പാസ്റ്ററും അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ കൂടി ആ യോഗത്തിൽ അത് വളരെ അനുഗ്രഹപ്രദമായ രീതിയിൽ അതേ സ്തോത്രം ആ ഉദ്ഘാടന കർമ്മത്തിൽ അത് ഞങ്ങൾക്ക് പങ്കുചേരുവാൻ കർത്താവ് സഹായിച്ചു. ചില നാളുകൾ അവിടെ ഞങ്ങൾ ദൈവത്തെ ആരാധിച്ചുവെങ്കിലും സഭായോഗം നടത്തിയെങ്കിലും അവിടെ ആളുകൾക്ക് കടന്നു വരുവാൻ വളരെ ബുദ്ധിമുട്ട് ഉണ്ടായതുകൊണ്ട്, വഴിയില്ലാത്തത് കൊണ്ട് ഞങ്ങൾക്ക് കുറവിലങ്ങാട് സെന്റ് മേരീസ് പള്ളിയുടെ തൊട്ടടുത്ത് ഒരു ഭവനം ലഭിക്കാനായിട്ട് ഇടയായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ ആ ഭവനം ഒരു പ്രേതാലയമായിരുന്നു വാസ്തവത്തിൽ. അത് ഞങ്ങളെ വൃത്തിയാക്കി അവിടെ പാർക്കുവാനായിട്ട് അത് തുടങ്ങി. ഈ സന്ദർഭത്തിൽ ഭവന സന്ദർശനത്തിന് ഞാൻ പോയിക്കൊണ്ടിരിക്കുമ്പോൾ മുട്ടിങ്കൽ ജംഗ്ഷനിൽ നിൽക്കുമ്പോൾ കാഞ്ഞിരംകുളം കോളനിയിൽ താമസിക്കുന്ന ഒരു സഹോദരി
ഓടി എൻ്റെ അടുക്കലേക്ക് വന്നിട്ട്, ഐസാനി ചേട്ടൻ്റെ വീട്ടിൽ പോവുകയാണോ? പോവുകയാണെങ്കിൽ പോകരുത്, അദ്ദേഹത്തിന് വസൂരി വന്ന് കിടക്കുകയാണ് എന്ന് പറഞ്ഞു. ഞാൻ അവിടെ പോകുവാനല്ല ആഗ്രഹിച്ചത്, പല ഭവനങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിച്ച് പോയ ഞാൻ ആ വിവിധ ഭവനങ്ങളിലേക്ക് പോകാതെ നേരെ ഐസാനി ചായന്റെ ഭവനത്തിലേക്ക് കടന്നു ചെന്ന് അദ്ദേഹം വസൂരിയാൽ ഭാരപ്പെട്ടിരിക്കുക. അദ്ദേഹത്തിന്റെ സ്വന്തം മാതാവോ ഏക സഹോദരനോ മറ്റുള്ളവരോ ആ ഭവനത്തിലേക്ക് കയറി ചെല്ലാതിരിക്കുമ്പോൾ ഞാൻ ആ ഭവനത്തിലേക്ക് കയറി ചെന്ന് അദ്ദേഹത്തിന് സ്ഥാനമൊക്കെ കൊടുത്ത് സ്തോത്രമൊക്കെ പറഞ്ഞ് അദ്ദേഹത്തിന് അത് വലിയ അത്ഭുതമായി. അവിടെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഈ വർഷം കഴുന്ന് എടുത്തില്ല, അതുകൊണ്ടായിരിക്കും എനിക്ക് രോഗം വന്നത്. ഞാൻ പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഇയ്യോബ് എന്ന് പറയുന്ന ഒരു കഥാപാത്രമുണ്ട്. അദ്ദേഹം കഴുന്നെടുക്കാഞ്ഞത് കൊണ്ടാണോ അദ്ദേഹത്തിന്റെ ശരീരം മുഴുവൻ വ്രണങ്ങളാൽ നിറയപ്പെട്ട് അത് മാറിയത്? അതിനെ ആസ്പദമാക്കി ദൈവിക സുവിശേഷം അദ്ദേഹത്തോട് അറിയിച്ചു. അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, എനിക്ക് ബൈബിൾ പഠിക്കണം. അങ്ങനെ എല്ലാ ചൊവ്വാഴ്ചകളിലും ആ ഭവനത്തിൽ വെച്ച് ബൈബിൾ ക്ലാസ് എടുക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ഈ സമയത്ത് ഞങ്ങൾ പള്ളിയുടെ തൊട്ടടുത്ത് കൊച്ചാപ്പിച്ചായൻ എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഭവനത്തിലാണ് വാടകയ്ക്ക് താമസിച്ചുകൊണ്ടിരുന്നത്. ഇതറിഞ്ഞ് പുരോഹിതനും കമ്മിറ്റിയിലെ ചില അംഗങ്ങളും കൂടെ എൻ്റെ അടുക്കലേക്ക് കടന്നു വന്നു. കൊച്ചാപ്പിച്ചായനും ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ ഭീഷണിപ്പെടുത്തി സെമിത്തേരിയിൽ അദ്ദേഹത്തിന്റെ ഭാര്യയുടെ ശവം അടക്കുകയില്ല എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി. എന്നിട്ട് എന്നോട് ആ പുരോഹിതൻ പറഞ്ഞത്, എടോ, ഞങ്ങളൊക്കെ തോമാശ്ലീഹായാൽ സ്നാനപ്പെട്ടവരാ, തൻ്റെ ഒരു അന്തിക്കോസും ബന്ധിക്കോസും എടുത്തുകൊണ്ട് പോയിക്കൊള്ളണം. അങ്ങനെ അവരെ ഈ കൊച്ചാപ്പിച്ചായനെയും മറ്റും ഭയപ്പെടുത്തി വീട് മാറിക്കൊടുക്കണം എന്ന് അവരെ ആവശ്യപ്പെടുവാനിടയായി. ഞാൻ എതിരെ ആയിട്ട് ഒന്നും പറഞ്ഞില്ല. ഒരു മാസം അവിടെ പാർക്കുവാനായിട്ട് നമുക്ക് സമയം അനുവദിച്ചു. എല്ലാ ഞായറാഴ്ചകളിലും അച്ഛൻ കുർബാനയിൽ വിളിച്ചു പറയും, ബന്ധിക്കോസുകാർ അവരെ ഭവനത്തിൽ കയറ്റേണ്ട എന്ന്. അതിനാൽ ഭവനം ലഭിക്കുവാൻ വലിയ ബുദ്ധിമുട്ട് നമ്മൾ അനുഭവിക്കേണ്ടതായിട്ട് വന്നു. താമസിക്കാൻ തന്ന ആ ഡേറ്റ് ഒരു മാസം അത് ഫിനിഷ് ആയപ്പോഴത്തേക്കും ഞാൻ രാവിലെ പതിവ് പോലെ സുവിശേഷം അറിയിപ്പാൻ ഭവനങ്ങളിലേക്ക് ട്രാക്റ്റുമായിട്ട് പോകുമ്പോൾ ഈ കൊച്ചാപ്പിച്ചായൻ പോയി എൻ്റെ അടുക്കലേക്ക് വരിക. ചോദിച്ചു, നിങ്ങൾ മാറുന്നില്ലേ? ഞങ്ങൾ എപ്പോഴേ മാറാൻ തയ്യാറാ. വീട് എവിടെയാണ് കിട്ടിയിരിക്കുന്നത്? വീടൊന്നും കിട്ടിയില്ല, പിന്നെ എവിടേക്കാണ് പോകുന്നത്? ഞാൻ പറഞ്ഞു, ഇവിടുത്തെ വികാരിയച്ഛൻ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്, അതുകൊണ്ട് വികാരിയച്ഛൻ്റെ കൂടെ ഞങ്ങളും കൂടെ പോയി താമസിക്കുക, കാരണം അദ്ദേഹമാണ് ഞങ്ങൾക്ക് ഭവനം തരാത്തത്. കൊച്ചാപ്പിച്ചായൻ ഒന്ന് ഞെട്ടി. PT ഉഷ ഓടുന്നതിനേക്കാൾ സ്പീഡിൽ അദ്ദേഹം പള്ളിമേടയിലേക്ക് ഓടി അവിടെ ചെന്ന് അദ്ദേഹം പറഞ്ഞു, അച്ചോ ചതിച്ചു, അങ്ങേര് ഇങ്ങനെയൊക്കെയാ പറയുന്നത്, എന്നെ വിളിച്ചുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ അദ്ദേഹം എന്നെ വിളിച്ച് ഞങ്ങൾ പള്ളിമേടയിലേക്ക് കടന്നു ചെല്ലുവാനിടയായി. അവിടെ പള്ളിമേടയിൽ ചെല്ലുമ്പോൾ അന്ന് +2 അല്ല, PDC എന്ന് പറയുന്ന കോഴ്സാണ് SLCക്ക് ശേഷം ഉള്ളത്. അതിൽ മാർക്ക് കുറഞ്ഞ കുറച്ച് കുട്ടികൾ ഉണ്ടാകുമല്ലോ, അവരെ മാനേജ്മെന്റ് കോട്ടയിൽ കയറ്റുവാനായിട്ട് ഒരു 6 കുടുംബം ഈ കുഞ്ഞുങ്ങളുമായിട്ട് അവിടെ വന്നിരിക്കുക. അതിന് നടുവിലാണ് കൊച്ചാപ്പിച്ചാൻ എന്നെയും വിളിച്ചുകൊണ്ട് അവിടേക്ക് ചെല്ലുന്നത്. അങ്ങനെ ഞാൻ അവിടെ ചെന്ന ഉടനെ, എടോ, താൻ കത്തോലിക്ക മതത്തെ നശിപ്പിക്കാൻ വന്ന ജാരസന്തതിയാണ് എന്ന് എന്നോട് പറയുവാനിടയായി. അദ്ദേഹത്തിന് തക്കതായ മറുപടി ഞാൻ കൊടുത്തു കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, 3500 കുടുംബങ്ങൾ എനിക്കൊണ്ടുവിടാൻ, ഒറ്റ വീട്ടിൽ താൻ കയറരുത്, മറ്റ് ഇടവഴികളിലും ഊടുവഴികളിലും ഒന്നും നിന്ന് നിങ്ങൾ ഈ പ്രസംഗിക്കുകയും ചെയ്യരുത്. ഞാൻ പറഞ്ഞു, ഞാനൊരു ഇന്ത്യൻ പൗരനാണ്. ഉടനെ അദ്ദേഹം പറയുകയാണ്, തന്റെ പൗരത്വം അങ്ങോട്ട് ഉപയോഗിക്കണു എന്ന് പറഞ്ഞ് എന്നെ ഫറവോൻ മോശയെ ആട്ടി പുറത്താക്കുന്നത് പോലെ എന്നെ അദ്ദേഹം ആട്ടി പുറത്താക്കി. ഈ സമയത്ത് നമ്മുടെ അനിച്ചാന്റെ ഭവനത്തിൽ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ അത് സ്തോത്രം 1992 സെപ്റ്റംബർ 7-ാം തീയതി ഞാൻ ബൈബിൾ ക്ലാസ്, സ്നാനത്തെക്കുറിച്ചുള്ള 8 പേര് സ്നാനപ്പെടുവാനുള്ള ആ സ്നാനത്തിന്റെ ക്ലാസ്സും കഴിഞ്ഞ് ഇങ്ങനെ ഒരു 9 മണി ആയപ്പോഴത്തേക്കും എൻ്റെ വീട്ടിലേക്ക് പോകുവാൻ ഞാൻ തയ്യാറായിട്ട് വരുമ്പോൾ, ഇന്ന് നമ്മുടെ ആലയം സ്ഥിതി ചെയ്യുന്ന ആ റോഡിൽ ഇവിടെ മുക്കത്തച്ഛൻ്റെ സിനിമാ കോട്ടയിൽ നിന്ന് സിനിമാക്കാര് ഇറങ്ങി ഇതിലെ അവരെ മേലോട്ട് പോവുകയാണ്, കോളനി ഭാഗത്തേക്ക് പോവുകയാണ്. എന്നെ കണ്ട പാടെ ഇവനിട്ടൊരൊറ്റ അടി കൊടുത്താൽ ഇവൻ സ്റ്റാൻഡ് വിട്ടു പോകും എന്ന് പറഞ്ഞ ആ സ്ഥലം 1 മാസം കഴിഞ്ഞപ്പോൾ നമുക്ക് അതേ 10 സെന്റ് സ്ഥലം എവിടെ അടിക്കുമെന്ന് പറഞ്ഞുവോ അവിടെ ലഭിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുക. എന്നെ ഓടിക്കുമെന്ന് പറഞ്ഞ അച്ഛൻ അതേ വലിയ താമസം കൂടാതെ വലിയ പ്രതിസന്ധിയിലായി. ഈ കുറവലങ്ങാട്ട് കത്തോലിക്ക മതത്തിലുള്ള ആളുകൾ അദ്ദേഹത്തെ രായിക്ക് രാമായണം ഇവിടുന്ന് ഓടിക്കുവാനായിട്ടിടയായി തീർന്നു. ഇതെല്ലാം ദൈവത്തിന്റെ
അത് നീതിയായി അത് ഞാൻ കണക്കാക്കുകയാണ്. കർത്താവ് അത്ഭുതകരമായി ഇവിടുത്തെ സഭയെ വളർത്തുവാൻ തുടങ്ങി. ഈ 8 പേര് സ്നാനപ്പെട്ട അനന്തരം ഞങ്ങള് കൊച്ചാപ്പിച്ചായന്റെ ഭവനത്തിലായിരുന്നു താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ സൗകര്യങ്ങൾ അത് ഉണ്ടെങ്കിലും മാറിക്കൊടുക്കണമെന്ന് പറഞ്ഞത് മുഖാന്തരം ആനിച്ചായന്റെ ഭവനത്തിൽ ഞങ്ങൾ സെപ്റ്റംബർ മുതൽ 1992 സെപ്റ്റംബർ മുതൽ സഭായോഗം അവിടെ വെച്ച് നടത്തുവാനായിട്ട് തീരുമാനിച്ചു. അങ്ങനെ 5 മാസം അവിടെ സഭായോഗം നടത്തുവാൻ സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്തു. ജനുവരി മാസത്തിൽ ഞങ്ങൾക്ക് പോലീസ് സ്റ്റേഷന്റെ എതിർവശത്തുള്ള ഒരു ചിന്നമ്മ എന്ന് പറയുന്ന പുള്ളിക്കാഴ്ചയുടെ ഒരു ഭവനം വാടകയ്ക്ക് ലഭിക്കുകയും തുടർന്ന് അവിടെ ആരാധന നടത്തുവാനായിട്ട് സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിൻ്റെ അകത്ത് സെപ്റ്റംബർ മാസം, ഒക്ടോബർ മാസം, നവംബർ മാസം, ഡിസംബർ മാസം, ഈ 4 മാസങ്ങൾ കൊണ്ട് 23 പേരെ സ്വർഗത്തിലെ ദൈവം സ്നാനപ്പെടുത്തി ദൈവസഭയുടെ അംഗങ്ങളാക്കി തീർക്കുവാൻ കർത്താവിന് കൃപ തോന്നി. അങ്ങനെ ഈ ജനുവരി മാസം കൂടിയ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയിൽ നമ്മുടെ ഈ കുറവിലങ്ങാട് സഭ അംഗീകൃത സഭയായി മാറ്റപ്പെടുകയുണ്ടായി. തുടർന്നും ദൈവസഭ വളരെ ശക്തമായിട്ട് മുന്നേറുവാൻ കർത്താവ് സഹായിച്ചു. എതിർപ്പുകളും പോർവിളികളും ഒക്കെ ഉണ്ടായെങ്കിലും അതേ സ്തോത്രം എന്നോട് കൂടെ അക്ഷീണത്വം പ്രവർത്തിക്കുന്ന അരുണിച്ചായൻ, അതുപോലെ തന്നെ പുയപ്പുറത്തിലെ ബെന്നി പാസ്റ്റർ, ഇവരെല്ലാവരുടെയും അതേ സ്തോത്രം പ്രത്യേക സഹകരണത്താൽ ഞങ്ങൾക്ക് വിവിധ ഇടങ്ങളിൽ കൺവെൻഷനുകൾ നടത്തുവാൻ ഇടയായിത്തീർന്നു. അതിൽ കുരിനാട്ട് വെച്ച് നടന്ന കൺവെൻഷനിൽ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അവിടെയൊക്കെ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുവാൻ ഇടയായി. എൻ്റെ ജീവനെ പോലും പണയപ്പെടുത്തിയ ഒരു സന്ദർഭമാണ് ഈ തോട്ടുവായിൽ വെച്ച് നടന്ന ഒരു കൺവെൻഷൻ. ജീവൻ ലഭിക്കും എന്ന് അതേ സ്തോത്രം നിശ്ചയിക്കുവാൻ കഴിയാത്ത രീതിയിൽ എതിർപ്പുകൾ ആഞ്ഞടിച്ചു. അതുപോലെ തന്നെ അനിച്ചാന്റെ ഭവനത്തിൽ വെച്ച് 3 ദിവസം ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ ആ കോളനി നിവാസികൾ മുഴുവൻ ഞങ്ങൾക്കെതിരായിട്ട് കടന്നു വന്ന് പാട്ടയടിക്കുകയും ഇവിടുന്ന് അത് ഞങ്ങളെ പുറത്താക്കുമെന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കിയെങ്കിലും അവിടെയെല്ലാം ദൈവത്തിന്റെ മഹാ അത്ഭുതങ്ങളെ കാണുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കി. ഈ സഭ തീയിൽ കുരുത്തതായതുകൊണ്ട് വെയിലത്തു പാടാതെ ഇന്നയോളം നിലനിർത്തുന്ന ദൈവകൃപയെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഈ സ്ഥലം നമുക്ക് 10 സെന്റ് ലഭിച്ചുവെങ്കിലും വെറും കാടും ഒക്കെ പിടിച്ചു കിടന്ന ഒരു സ്ഥലമായിരുന്നു. എന്നാൽ നമുക്ക് ഇവിടെ സഭാഹോള് പണിയുവാനായിട്ടുള്ള കാര്യത്തിന് വേണ്ടി ഈ മണ്ണും അതുപോലെ തന്നെ പാറയാണ്. ഈ സഭ പാറമേൽ പണിത എന്ന് നമുക്ക് അവകാശപ്പെടുവാൻ കഴിയുന്ന രീതിയിൽ ഇത് പാറ പൊട്ടിച്ച് നമ്മൾ ഇവിടെ ഇട്ടിരുന്നു. അപ്പോൾ നമുക്ക് പൊതുവെ സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ ധാരാളം ഉണ്ടായിരുന്നത് കൊണ്ട് ഉപവാസവും പ്രാർത്ഥനയുമായിട്ട് മുൻപോട്ട് പോയി താൽക്കാലികമായിട്ട് ഇവിടെ ഒരു ഷെഡ് വെച്ച് ഞങ്ങൾ സഭായോഗം കൂടുവാനിടയായി. നിരന്തരമായിട്ട് ഞങ്ങളെ വീടുകളിൽ നിന്നും അടിച്ചിറക്കുകയും ഈ അച്ഛന്മാരും കമ്മിറ്റിക്കാരും ഒക്കെ ചെന്ന് തരുന്ന വീടുകളിൽ നിന്ന് പോലും ഞങ്ങളെ അടിച്ചിറക്കി വിടത്തക്ക രീതിയിൽ കാര്യങ്ങൾ ക്രമീകരിച്ചത് കൊണ്ട് സ്ഥിരമായി ഈ 10 സെന്റ് സ്ഥലത്തിന്റെ അകത്ത് ഒരു ചെറിയ ഷെഡ് കെട്ടി താമസിക്കുവാൻ ഞങ്ങൾ തീരുമാനിച്ചു. ഞങ്ങള് ആ ചിന്നമ്മയുടെ ഭവനത്തിൽ നിന്ന് പായിത്തോട്ടം എന്ന് പറയുന്ന പാപ്പച്ചന്റെ ഭവനത്തിലാണ് പിന്നീട് വാസം ചെയ്തത്. അവിടെ നിന്നാണ് ഞങ്ങൾ ഇവിടെ ഈ ക്രമീകരണങ്ങൾ ചെയ്ത് ഇവിടെ പാർക്കുവാൻ ആ താൽക്കാലികമായ ഷെഡൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ മൂക്കത്ത് വിരൽ വെക്കും. അതുപോലെയുള്ള ഒരു സാഹചര്യത്തിലാണ് ഞങ്ങൾ ഇവിടെ പാർത്തുകൊണ്ട് കർത്താവിന്റെ വേല ചെയ്യുവാനിടയായത്. അത് കമുകും ബട്ടയും എല്ലാം വെട്ടി അതേ സ്തോത്രം താൽക്കാലികമായിട്ടുള്ള ഷീറ്റിൽ ഭയങ്കര ചൂടത്ത് ഞങ്ങൾക്ക് ഇവിടെ അതേ ആയിരിക്കാൻ സഭാ യോഗങ്ങൾ നടത്തുവാൻ എല്ലാം കർത്താവ് കൃപ ചെയ്ത് 97 ആയപ്പോഴത്തേക്കും ഒരു വലിയ കാറ്റിൽ നമ്മുടെ ഷെഡ് മറിയുകയും അത്ഭുതകരമായി സഭാഗോളിൽ ഉണ്ടായിരുന്ന 12:45 സമയത്ത് സഭാഗോളിൽ ഉണ്ടായിരുന്നവര് അതേ സ്തോത്രം പുരുഷന്മാരായിരിക്കുന്ന ആളുകൾ താങ്ങി പിടിച്ചതുകൊണ്ട് അത്ഭുതകരമായി രക്ഷപ്പെടുവാൻ ഇടയായി തീർന്ന സന്ദർഭങ്ങൾ ഉണ്ടായി. അതിനുശേഷം ഞങ്ങൾ ആ ഹോള് അതേ സ്തോത്രം പൊളിച്ചു. തുടർന്ന് സഭായോഗത്തിന് നിരീശ്വരവാദിയും അതുപോലെ തന്നെ ഈ കോളേജിലെ പ്രൊഫസറും അനേക നിരീശ്വരവാദ പുസ്തകങ്ങൾ അടിക്കുകയും വിതരണം ചെയ്യുകയും പ്രഭാഷണങ്ങൾ നടത്തുകയും യുക്തിവാദ സംഘത്തിന്റെ ഭാരവാഹിയുമായിരിക്കുന്ന ഇവിടെ തൊട്ടടുത്ത് നമ്മുടെ ഈ ഹോളിന്റെ എതിർവശത്തെ MC റോഡ് സൈഡിൽ ഒരു പ്രസ് നടത്തിക്കൊണ്ടിരുന്ന പ്രൊഫസർ K. എബ്രഹാമിന്റെ ആ പ്രസിൽ നമുക്ക് സഭായോഗം നടത്തുവാൻ ദൈവം സാവകാശമൊരുക്കി. നിങ്ങൾ ശ്രദ്ധിക്കണം, അവിടെ നിരീശ്വരവാദിത്വമുള്ള അനവധി പുസ്തകങ്ങളും പ്രഭാഷണങ്ങളും നടത്തുന്ന അദ്ദേഹത്തിന്റെ ആ പ്രസ് സത്യദൈവത്തെ ആരാധിപ്പാൻ ദൈവം തുറന്നു തന്നതൊക്കെ അത്ഭുതങ്ങളിൽ മഹാത്ഭുതങ്ങളായിട്ട്
ഞാൻ കണക്കാക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഉപവാസത്തിൽ ആന്റണി ചായന്, എന്റെ ഭാര്യ സഹോദരി കുഞ്ഞുമോള്, ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദർശനം ഞങ്ങൾക്ക് ലഭിക്കുകയും ആ 7 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന അതേ സ്തോത്രം ആ ദർശനപ്രകാരം പര്യവസാനിക്കുകയും ചെയ്തു. ഞായറാഴ്ച വൈകുന്നേരമായപ്പോൾ നമ്മുടെ അസംബ്ലീസ് ഓഫ് ഗോഡ് അസിസ്റ്റന്റ് സൂപ്രണ്ടായിരിക്കുന്ന റവറൻഡ് ഡോക്ടർ ടി വർഗീസ് സാറ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ സഭാഗോളിന്റെ പണികൾക്കായി ദുബൈയിൽ നിന്ന് റെജി വർഗീസ് ശുശ്രൂഷിക്കുന്ന ആ സഭയിൽ നിന്ന് ഒരു 25,000 രൂപ വന്നിട്ടുണ്ട്, എന്തെടുക്കുവാൻ പോകുന്നു എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, സാറേ ആ പൈസയായിട്ട് പോരെ, നമ്മള് സഭ ഹോളിന്റെ പണി ആരംഭിക്കാന്ന് പറഞ്ഞു. വേറെ ഒരൊറ്റ പൈസയും ഇല്ല. വിശ്വാസത്താൽ അദ്ദേഹം ചൊവ്വാഴ്ച കടന്നു വന്നു. ഞായറാഴ്ചയാണ് ഇത് വിളിച്ചത്. ഉപവാസ പ്രാർത്ഥന തീർന്ന ദിവസമാണ് ഈ പൈസ ഉണ്ടെന്ന് അറിഞ്ഞത്. അദ്ദേഹം തൃശ്ശൂർ ഭാഗത്ത് അദ്ദേഹത്തിന്റെ ഒരു മീറ്റിംഗ് കഴിഞ്ഞിട്ട് അദ്ദേഹം ചൊവ്വാഴ്ച ഇവിടെ കടന്നു വന്ന് വൈകുന്നേരം 4 മണിക്ക് കുറച്ചു പേരുടെ സാന്നിധ്യത്തിൽ ഈ സഭാകൂളിന് കല്ലിടുവാൻ കർത്താവ് കൃപ ചെയ്തു. അത് ദൈവഹിത പ്രകാരമായിരുന്നു എന്നുള്ളത് കൊണ്ട് പത്തനാപുരം IPC ഒരു അംഗമായിരിക്കുന്ന സ്റ്റീവൻ സാർ എന്ന് പറയുന്ന അദ്ദേഹത്തിന് ദൈവം ഒരു ദർശനം കൊടുത്തു. ഇങ്ങനെ കുറവലങ്ങാട്ട് ഒരു ദൈവസഭ പണിയുവാനായിട്ട് ആഗ്രഹിക്കുന്നു, അതിന് തന്നാലാവോളും സാമ്പത്തിക സഹായം ചെയ്യണമെന്ന്. ആ വിവരം അദ്ദേഹം എന്നെ അറിയിപ്പാൻ ഇവിടെ കടന്നു വരുമ്പോൾ, എന്നെ അറിയത്തില്ല, എനിക്ക് അദ്ദേഹത്തെയും അറിയത്തില്ല. എന്നാൽ ഞാൻ ഇവിടുന്ന് താഴേക്ക് പോകുമ്പോൾ അദ്ദേഹത്തെ കണ്ടുമുട്ടി. അദ്ദേഹം എന്നോട് സംസാരിച്ചു, ഇന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞു. അങ്ങനെ കൃപയാൽ അതേ സ്തോത്രം ഈ ഹോളിന്റെ പണിക്ക് 90% തുകയും അദ്ദേഹം തരുവാനായിട്ട് ഇടയായി തീർന്നു. അത് മാത്രമല്ല, നമുക്ക് ശവക്കോട്ടയില്ലായിരുന്നപ്പോൾ എൻ്റെ അതേ സ്തോത്രം ഭാര്യ പിതാവ് വളരെ അവശനായി ഇവിടെ ആയിരിക്കുന്നത് കണ്ട് എന്തെങ്കിലും സംഭവിച്ചാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ച് അദ്ദേഹം തന്നെ നിർബന്ധിച്ച് ഞങ്ങൾ പല സ്ഥലങ്ങളിൽ ഈ ശവക്കോട്ട സ്ഥലങ്ങൾക്കായിട്ട് ഞങ്ങൾ അന്വേഷിച്ചു. എന്നാൽ ലഭിക്കാതെ വന്നു. എന്നാൽ മധുരവേലിയിൽ നമുക്കൊരു 2 സെന്റ് സ്ഥലം അദ്ദേഹം മുഴുവൻ തുകയും കൊടുത്ത് അത് വാങ്ങിച്ച് നമുക്ക് തരുവാൻ സ്വർഗത്തിലെ ദൈവം ഇടയാക്കിയത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ആ സ്റ്റീവൻ സാറിനെയും കുടുംബത്തെയും ഓർത്ത് നന്ദിയോടെ ദൈവത്തെ അതേ സ്തുതിക്കുകയാണ്. പലരും ഈ ഹോളിന്റെ കാര്യങ്ങൾക്ക് സഹായം അത് ചെയ്തു. അവരെല്ലാവരെയും ഇത്തരണത്തിൽ അത് ഓർക്കുകയാണ്. അതുപോലെ തന്നെ ഇതിനുവേണ്ടി കഠിനാധ്വാനം ചെയ്ത സഭാ മെമ്പേഴ്സ് അത് ആയിട്ടുള്ള പല പ്രിയപ്പെട്ടവരുണ്ട്. അതില് പുയപ്പുറത്തിലെ ബെന്നി പാസ്റ്റർ, ആന്റണി ചായന്, ഭരതനായിരിക്കുന്ന മാമച്ചായൻ, ഇപ്പൊ നമ്മുടെ സഭയിലില്ലാത്ത ജോർജ് ചായൻ, അതുപോലെ തന്നെ ഗോപിച്ചായൻ, പല സഹോദരിമാര്, നമ്മുടെ ജോയി ബ്രദർ ഇത്യാദി, ഡൊമിനിക് പാസ്റ്റർ ഇത്യാദി അനേക ആളുകൾ വളരെ കൈത്താങ്ങലായിരുന്നു. അതേ സ്തോത്രം. അങ്ങനെ ഈ സഭാഗോള് പണിതെടുക്കുവാൻ കൃപ ചെയ്തു. കുറച്ച് സാമ്പത്തികപരമായ ബാധ്യതകളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം അതേ സ്തോത്രം പലരെ ഭയപ്പെട്ട് ഞങ്ങൾക്ക് ഊടുവഴികളിലൂടെ ഒക്കെ പോകേണ്ടതായിട്ട് വന്നുവെങ്കിലും ലജ്ജിപ്പിക്കാതെ സ്വർഗ്ഗത്തിലെ ദൈവം അതെല്ലാം കൊടുത്തു തീർക്കുവാൻ കർത്താവ് കൃപ ചെയ്തു. ദൈവസഭയെ ദൈവം വളർത്തിക്കൊണ്ടിരുന്നു. അങ്ങനെ അതേ സ്തോത്രം അനേകര് രക്ഷിക്കപ്പെട്ടു, സ്നാനപ്പെട്ടു. ഏകദേശം 234ഓളം പേര് അതേ സ്തോത്രം 2010ഓളം ആകുമ്പോഴത്തേക്കും നമുക്ക് സഭയിൽ അതേ സ്തോത്രം സഭാ മെമ്പേഴ്സായിട്ട് സ്നാനപ്പെട്ടവരായിട്ട് ഇവിടെ ഉണ്ടായിരുന്നു. പലരും അതേ സ്തോത്രം കാലാകാലങ്ങളിലൊക്കെ പോയെങ്കിലും അതേ സ്തോത്രം അനുഗ്രഹിക്കപ്പെട്ട സഭ മുന്നേറുവാൻ കർത്താവ് സഹായിച്ചു. ഇതൊരു മിഷണറി സഭയും കൂടെ ആയിരുന്നത് ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. അനേകര് മിഷണറി പ്രവർത്തനത്തിനായിട്ട് ഈ സഭയിൽ നിന്ന് പോകുവാനിടയായി. സുവിശേഷകൻ ആന്റണി ചായന്, അതുപോലെ തന്നെ പാസ്റ്റർ ബെന്നി ജോസഫ് പുയപ്പുറം, പാസ്റ്റർ ഡൊമിനിക് തോമസ്, പാസ്റ്റർ സാജൻ മാത്യു കുബൈറ്റ്, പാസ്റ്റർ ഷൈബു മാത്യു റാന്നി, പാസ്റ്റർ ബെന്നി കമ്പിയിൽ, പാസ്റ്റർ ശ്യാമ്, പാസ്റ്റർ സുനിൽ ചാക്കോ, കൂടാതെ പാസ്റ്റർ അനീഷ് സത്യനും റവറൻഡ് തോമസ് കുട്ടിയും ഒക്കെ പറയുമ്പോൾ ഈ സഭയുടെ മെമ്പർഷിപ്പിലാണ് അവർ ശുശ്രൂഷകൾക്കായിട്ട് കടന്നു പോകുവാൻ കർത്താവ് കൃപ ചെയ്തത്. ജോണി കമ്പിയിൽ, അതുപോലെ തന്നെ സിജോ ചാക്കോ, നമ്മുടെ മേരിയമ്മച്ചിയുടെ മകൻ, അവരൊക്കെ ഈ സഭയിൽ നിന്നാണ് തിരുവചനം പഠിക്കുവാനായിട്ട് കടന്നു പോയതെങ്കിലും ഇപ്പോൾ അവർ ആ ശുശ്രൂഷകൾ ചെയ്യുന്നില്ല. വചനം അത് പഠിക്കുവാൻ അവർക്ക് കർത്താവ് അവസരങ്ങൾ ഒരുക്കി. മാത്രമല്ല, ഈ സഭയിലെ ഇപ്പോൾ ഉള്ള കമ്മിറ്റിയിൽ എല്ലാ അംഗങ്ങളും ദൈവവചന ശുശ്രൂഷ ചെയ്യുവാൻ പ്രാപ്തന്മാരും യോഗ്യരുമാകിയാൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രൈസ് ദി ലോർഡ്. ദൈവതിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കഴിഞ്ഞ 33 വർഷം നമ്മെ ജോയൽ സഭ നടത്തിയ ദൈവത്തിന് സർവ്വമഹത്വം അർപ്പിക്കുന്നു. വിശേഷാൽ നമ്മുടെ ആലയത്തിൻ്റെ പണി പൂർത്തിയായതിനു ശേഷം 25 വർഷം പൂർത്തിയാവുന്ന വേളയിൽ നല്ല ദൈവമായ ചില അനുഭവങ്ങൾ എൻ്റെ ഓർമ്മയിൽ ഈ വേളയിൽ ഓടി വരികയാണ്. ഈ സ്ഥലം വാങ്ങുമ്പോൾ ഒരു പാറക്കുന്നും കുറേ കല്ലുകൾ കൊണ്ട് നിറഞ്ഞ സ്ഥലമായിരുന്നു.
എന്നാൽ ഇതിൻ്റെ മുൻഭാഗം ദേവദാസനും ദൈവമക്കളും ഒക്കെ ചേർന്ന് നിരപ്പാക്കി തെങ്ങ് കുറ്റികളും കവുങ്ങുകളൊക്കെ കൊണ്ടുവന്ന് മുറിച്ച് കാല് നാട്ടി അത് മുകളിലെ ക്രമീകരണങ്ങളൊക്കെ ചെയ്ത് സൈഡുകളിൽ കൂടെ പലകളൊക്കെ വെച്ച് അടിച്ച് മുകളിൽ ഷീറ്റൊക്കെ വിരിച്ച് ആരാധന തുടങ്ങിയ പൂർവ്വകാലം ഈ നിമിഷം ഓർക്കുകയാണ്. അതിനോട് ചേർത്ത് പാസ്റ്റർക്ക് കുടുംബമായി താമസിക്കാനുള്ള ഒരു 2 മുറിയും സംവിധാനവും താൽക്കാലികമായി അവിടെ പണിയുവാനിടയായി. അതുവരെയും ആരംഭ സമയം 5 വർഷം ആനിച്ചാൻ്റെ ഭവനത്തിൽ ദൈവത്തെ ആരാധിച്ചു വരുവാൻ ഇടയായി. അതിനുശേഷം പലയിടങ്ങളിൽ ആരാധന മാറി വാടക വീടെടുത്ത് നടത്തുവാൻ ഇടയായി തീർന്നു. എന്നാൽ പിന്നത്തേതിൽ ദൈവജനത്തിൻ്റെയും ദൈവസഭയുടെ ദൈവദാസൻ്റെയും ആത്മാർത്ഥമായ പ്രാർത്ഥനയും പരിശ്രമവും ഉപവാസവും വഴിയായി നാം വാങ്ങിച്ച സ്ഥലത്ത് അതിൻ്റെ പാറയൊക്കെ പൊട്ടിച്ച് കല്ലൊക്കെ നീക്കി ലെവല് ചെയ്ത് പണികൾ മുന്നോട്ട് കൊണ്ടുപോകുവാൻ കർത്താവിൽ ഇടയായി. എന്നാൽ അതിന് മുമ്പിൽ വലിയ തടസ്സമായി നിന്നത് പൈസ എന്ന സാമ്പത്തിക പ്രശ്നമായിരുന്നു. ആ പാറ തന്നെ പൊട്ടിച്ചു മാറ്റുവാൻ വലിയ അപകടം പിടിച്ച ഒരു സന്ദർഭമായിരുന്നു. എന്നാൽ യാതൊരു ആപത്തും കൂടാതെ ആർക്ക് യാതൊരു പരിക്കും കൂടാതെ ഭംഗിയായത് പൊട്ടിച്ച് തീർക്കുവാൻ പ്രാർത്ഥനയാൽ കർത്താവ് അക്കാര്യം സാധ്യമാക്കി തീർത്തു. ശേഷം ആ സ്ഥലത്ത് ഫില്ലറുകൾ പണിത് തറ കെട്ടി അതിനുശേഷം വാർത്ത് ശേഷം ഭിത്തി കെട്ടി തേപ്പ് പൂർത്തിയാക്കി അതിനുശേഷം അതിൻ്റെ പെയിൻ്റൊക്കെ അടിച്ച് അതിനോട് ചേർത്ത് പാർശ്വക താമസിക്കാനുള്ള ചെറിയൊരു സംവിധാനവും ഒരുക്കുവാനായിട്ട് ഇടയായി തീർന്നു. ഒരു വലിയ സംഭവം ഈ സന്ദർഭത്തിൽ ഞാൻ ഓർക്കുകയാണ്. ഹോളിൻ്റെ പണി കഴിഞ്ഞ് അതിൻ്റെ മുകളൊക്കെ നനച്ചുകൊണ്ടിരിക്കുന്ന വേളയിൽ ഞങ്ങൾ ഈ ഉരുളങ്ങാട് പട്ടണത്തിലെ പലവിധമായ ഊടുവഴികളും തുണ്ടുകളും ചെറിയ ചെറിയ നടപ്പാതകളും കണ്ടത്തിൻ വരമ്പുകളൊക്കെ കണ്ടുപിടിക്കുവാൻ ഇടയായി തീർന്നു. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൻ്റെ പണിയോടനുബന്ധിച്ച് കട്ട വാങ്ങിച്ച സ്ഥലത്ത് താഴെ അശോക തിയേറ്ററിൽ പൈസ കൊടുക്കണം. ഒട്ടങ്കൽ ബാബുവിന് അതിൻ്റെ കടയിൽ സിമെൻറ്റ് വാങ്ങിയതിൻ്റെ പൈസ കൊടുക്കണം. കവലിൽ ചെന്ന കമ്പിയും അനന്തരസാധനവും വാങ്ങിയതിൻ്റെ പൈസ കൊടുക്കുവാൻ മാർഗ്ഗമില്ലാതെ ഞങ്ങൾ കണ്ടെത്തിയ ചില മാർഗ്ഗങ്ങളാണ് ടൗൺ വിട്ട് സഞ്ചരിക്കുവാൻ വേണ്ടി കണ്ടെത്തിയ വഴികളാണ് മുമ്പേ വിവരിപ്പാനിടയായത്. എന്നാൽ ദൈവത്തിൻ്റെ കൃപയാൽ പ്രാർത്ഥനയുടെ ഉപവാസത്തിൻ്റെ ഫലമായി ദേവദാസൻ പലയിടങ്ങളിൽ പോയി വാതിലുകൾ മുട്ടി സ്വർഗം വാതിലുകളെ തുറന്ന് ആ കടവെല്ലാം കൊടുത്തു വീട്ടുവാനായിട്ട് ഇടയായി തീർന്നു. നാം ആരാധിക്കുന്ന മനോഹരമായ ആലയം പണിയുവാൻ അതിൻ്റെ പേരിൽ അധ്വാനിച്ച ചിലരെ ഈ തരുണത്തിൽ ഓർക്കുവാൻ ഞാൻ തയ്യാറാവുകയാണ്. പരിപ്പോടെയും ചായയും ഐസ്ക്രീമൊക്കെയുമായി പ്രാണിച്ചായൻ നമ്പറുകളിറക്കി തമാശകൾ പറഞ്ഞ് ഞങ്ങളുടെ കൂടെയും ടോമിച്ചൻ പണിയൊക്കെ വശമൊന്നുമില്ലെങ്കിലും എല്ലാ വശവും പറഞ്ഞ് അധ്വാനിച്ച് ഞങ്ങളുടെ കൂടെ നിന്നും പറയുന്നതിനെല്ലാം അതേ എന്ന് പറഞ്ഞ് നമ്മുടെ കൂടെ ഇന്നില്ല നിത്യത്തിൽ ശ്രമിക്കുന്ന ആമച്ചായനും കല്ലാകട്ടെ ചെങ്കല്ലാകട്ടെ കൂടത്തിനും പിക്കാസിനും അത് തകർത്ത് തരിപ്പണമാക്കി നമ്മുടെ കൂടെ ഇല്ലെങ്കിലും അധ്വാനിച്ച ജോറയിച്ചാൻ ഇങ്ങനെ അതുപോലെ നമ്മുടെ ഗോവയിൽ ജോയിച്ചാൻ ഇടിമിന്നൽ വന്നു കഴിഞ്ഞാലും അതിനെ പനപോലെ കൊണ്ട് തട്ടിമാറ്റുകയും ഒരു ചെറിയ 4-5 സ്റ്റെപ്പാക്കി ചിരിപ്പിച്ച് ഞങ്ങളുടെ കൂടെ നിന്ന പ്രിയ ജോയിച്ചാൻ അങ്ങനെ പലരെയും ഈ നിമിഷം കൃപയാൽ ഓർക്കുകയാണ്. പ്രിയ ദൈവമക്കളെ, ഇതിൻ്റെ പിന്നിൽ വളരെ അധ്വാനം കഴിപ്പാൻ ദൈവം എനിക്കും മറ്റുള്ള ദൈവമക്കൾക്കും ഇടയാക്കി രാവും പകലുമില്ലാതെ ഊണുമുറക്കം ഉപേക്ഷിച്ച് മറ്റുള്ള എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഈ ആലയത്തിനോട് അധ്വാനിപ്പാൻ കർത്താവ് കൃപ ദൈവനിടയായി. അതുകൊണ്ട് പ്രിയ ദൈവജനമേ, നാം ഒരുമയോടെ നിന്ന് ഐക്യത്തോടെ നിന്ന് സന്തോഷത്തോടെ നിന്ന് കൈയോട് കൈ ചേർത്ത് പിടിച്ച് ദിവാസത്തോട് ചേർന്ന് ഒറ്റക്കെട്ടായി നിന്ന് വീണ്ടും അധ്വാനിച്ച് ആത്മാക്കളെ നേടുവാൻ കർത്താവിൻ്റെ വലയിലെടുത്തു കൊള്ളപ്പെടുവാൻ വേണ്ടി ഒരുക്കത്തോടെ ജീവിപ്പാൻ ഇന്ന് പകൽ ഈ സമയം ദൈവം നമ്മെ ഒരുക്കുകയും സഹായിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഈ 25 വർഷം നമ്മുടെ ഹോൾ മണ്ഡലത്തിൽ പൂർത്തിയായ ഈ വേളയിൽ ദൈവജനത്തിന് ദിവാസന കുടുംബത്തിന് എല്ലാവിധമായ അഭിനന്ദനങ്ങളും പ്രാർത്ഥനകളും കൈമാറുന്നു. ദൈവം നമ്മെ എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. 1992 മുതൽ 2010 വരെ പാസ്റ്റർ ആന്റണി ജോസഫ് ഈ സഭയിൽ ശുശ്രൂഷകനായി സേവനമനുഷ്ഠിച്ചാനന്തരം പാസ്റ്റർ ആന്റണി ജോസഫ് ദുബായിലേക്ക് സ്ഥലം മാറിപ്പോകുകയും ചെയ്തു. അതിനോട് അനുബന്ധിച്ച് പാസ്റ്റർ വർഗീസ് മാത്യു ഈ സഭയുടെ ശുശ്രൂഷകനായി ചുമതലയേറ്റു. തന്റെ ശുശ്രൂഷ കാലയളവിൽ ദൈവം നൽകിയ വാഗ്ദത്ത നിവൃത്തിയാകത്തക്കവണ്ണം 2011 കുറവലങ്ങാടിനെ കോട്ടയം സെക്ഷനിൽ നിന്ന് വേർതിരിച്ച് കുറവലങ്ങാട് സെക്ഷൻ രൂപീകരിച്ചു. അന്നത്തെ സഭാ ശുശ്രൂഷകനായ പാസ്റ്റർ വർഗീസ് മാത്യു കുറവലങ്ങാട് സെക്ഷന്റെ പ്രസ്ബിക്ടറായി ചുമതലയേറ്റു. കുറവലങ്ങാടുള്ള അസംബ്ലി ഓഫ് ഗോഡ് ദൈവസഭയിലുള്ള എല്ലാ ദൈവമക്കൾക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം. അസംബ്ലി ഓഫ് ഗോഡ് സഭയുടെ പ്രവർത്തനം കുറവലങ്ങാട് ആരംഭിച്ചതിന് ശേഷം മുമ്പോട്ട് വന്ന ദൈവമക്കൾക്ക് കൂടി ആരാധിപ്പാൻ തക്കവണ്ണം ഇന്നേക്ക് 25 വർഷം മുമ്പ് ഒരു സഭാഹോള് പണി കഴിപ്പാൻ വലിയവനായ കർത്താവ് സഹായിച്ചല്ലോ. അതേ ഡെഡിക്കേറ്റ് ചെയ്തതിന് ശേഷം 25 സംവത്സരമാകുന്ന ഈ ഒരു വർഷം അതിൻ്റെ അവസാന ദിവസം എനിക്കും കർത്താവിൻ്റെ നാമത്തെ നിങ്ങളോടൊപ്പം ചേർന്ന് മഹത്വപ്പെടുത്തുവാൻ വലിയവനായ ദൈവം തന്ന അവസരത്തിനായി ഞങ്ങൾ കർത്താവിനെ മഹത്വപ്പെടുത്തുന്നു. പ്രിയ ദൈവജനമേ,
വിശുദ്ധ പൗലോസ് ഫിലിപ്പിയ ദൈവസഭയോട് ഓർപ്പിക്കുന്ന പോലെ നിങ്ങളിൽ നല്ല പ്രവൃത്തി ആരംഭിച്ചവൻ ക്രിസ്തുവിൻ്റെ നാളോളം അതിനെ തികയ്ക്കുമെന്ന് പറഞ്ഞ നമ്മുടെ കർത്താവ് ഈ സഭയെ മേലാലും അനുഗ്രഹിക്കുകയും വർദ്ധിപ്പിക്കുകയും ചെയ്യട്ടെ. ഇപ്പോഴത്തെ ഈ ഹോളും നിറഞ്ഞു കവിയത്തക്കതായ ആത്മാക്കളെ കൊണ്ട് ആട്ടിൻകൂട്ടുകൊണ്ട് പരിശുദ്ധാത്മാവ് സഭയെ വർദ്ധിപ്പിക്കുകയും നിറയ്ക്കുകയും ചെയ്യട്ടെ എന്ന് ഈ തരണത്തിൽ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. എൻ്റെയും എൻ്റെ വൈഫ് ജോലിയമ്മ വർഗീസിൻ്റെയും മക്കൾ ഫ്രാങ്ക്ലിൻ, കുടുംബം, കുഞ്ഞ് പ്രഡി ബി മാത്യുവിൻ്റെയും വിശേഷാലുള്ള ആശംസകൾ നേർന്നുകൊള്ളുന്നു. കർത്താവിൽ നന്മയുണ്ട്. ദൈവം സഭയെ അനുഗ്രഹിക്കട്ടെ എന്നൊരിക്കൽ കൂടെ പറഞ്ഞുകൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ മഹത്വം കരയറ്റി ഞാൻ വാക്കുകൾ ചേർക്കുന്നു. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. തുടർന്ന് 2012 പാസ്റ്റർ വർഗീസ് മാത്യു ഇവിടുത്തെ തന്റെ ശുശ്രൂഷ തികച്ച് വിദേശത്തേക്ക് സ്ഥലം മാറിപ്പോവുകയും അതിനോടനുബന്ധിച്ച് പാസ്റ്റർ മാണി വർഗീസ് ഈ സഭയുടെ ചുമതല ഏറ്റെടുക്കുകയും ചെയ്തു. ഒരു വർഷത്തെ തന്റെ ശുശ്രൂഷയ്ക്ക് ശേഷം 2013 പാസ്റ്റർ മാണി വർഗീസ് സ്ഥലം മാറി വിദേശത്ത് കടന്നു പോകുകയും തൽസ്ഥാനത്തേക്ക് താൽക്കാലികമായി പാസ്റ്റർ വിജയ് സാമിനെ നിയമിക്കുകയും ചെയ്തു. അദ്ദേഹം 6 മാസക്കാലം ഈ സഭയുടെ ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. തുടർന്ന് 3 ആഴ്ചത്തേക്ക് പാസ്റ്റർ ടി ജേക്കബിനെ താൽക്കാലിക ശുശ്രൂഷകനായി ദൈവസഭയിൽ ശുശ്രൂഷിച്ചു. തുടർന്ന് 2014 മാർച്ച് മാസം പാസ്റ്റർ ഒ സജിമോൻ സ്ഥിരം ശുശ്രൂഷകനായി ദൈവസഭയിൽ ചുമതലയേറ്റു. 2014 മുതൽ 2022 വരെ അദ്ദേഹം ഈ സഭയുടെ ശുശ്രൂഷകനായി സേവനം അനുഷ്ഠിക്കുകയും തന്റെ കാലത്ത് 2016 പാസനേജ് പുതുക്കി പണിയുവാൻ ദൈവം സഹായിച്ചു. 2018 കുറവലങ്ങാട് പഞ്ചായത്ത് ബസ് സ്റ്റാൻഡിൽ വെച്ച് 5 ദിവസത്തെ കൺവെൻഷൻ നടത്തുവാനും ദൈവം സഹായിച്ചു. കർത്താവിന്റെ തന്നെ തിരുനാമം മഹിമപ്പെടുമാറാകട്ടെ. അസംബ്ലീസ് ഓഫ് ഗോഡ് ബഥേൽ സഭയുടെ കുറവലങ്ങാട് സഭയുടെ പ്രവർത്തനം ആരംഭിച്ച് ആലയം പണിത് 25 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ സൺഡേ സ്കൂൾ, CA, WMC എന്നീ പുത്രിക സംഘടനകളുടെ സംയുക്ത വാർഷികം നടത്തപ്പെടുന്ന ഈ പ്രത്യേക സാഹചര്യത്തിൽ 2014 മുതൽ 2022 വരെയുള്ള കാലയളവിൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ബഥേൽ സഭയുടെ ശുശ്രൂഷകനായി എനിക്ക് കുടുംബമായി സേവനം അനുഷ്ഠിക്കുവാൻ തക്കവണ്ണം ദൈവം അവസരങ്ങളെ നൽകി. അവിടെയുള്ള ദൈവമക്കൾ വളരെ ആത്മാർത്ഥമായി ഞങ്ങളെ സ്നേഹിക്കുകയും ശുശ്രൂഷിക്കുകയും ഞങ്ങളുടെ പ്രവർത്തനത്തിന് ശുശ്രൂഷയ്ക്ക് ആവശ്യമായ എല്ലാ കൈത്താങ്ങലുകളും നൽകി സഹായകരമായി തീരുവാൻ ഇടയായി തീർന്നു. ആയതിൽ ഞങ്ങൾ നന്ദിയുള്ളവരാണ്. ഞങ്ങൾക്കതിൽ വളരെ സന്തോഷമുണ്ട്. അസംബ്ലീസ് ഓഫ് ഗോഡ് ബഥേൽ സഭയുടെ ശുശ്രൂഷ കാലയളവിൽ വളരെയധികം സന്തോഷവും ആശ്വാസപ്രദമായ നിലയിൽ ആ ദേശത്ത് വസിപ്പാൻ്റെ കൊണ്ട് കർത്താവ് സഹായിച്ചു. കുറവലങ്ങാട് പ്രദേശത്തെ ആദ്യത്തെ പ്രൊട്ടസ്റ്റന്റ് സഭയായ ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡിൻ്റെ ശുശ്രൂഷകനായി ദീർഘവർഷങ്ങൾ ആ സഭയുടെ ശുശ്രൂഷ ചെയ്യുകയും ചിരകാലം ബഥേൽ അസംബ്ലീസ് ഓഫ് ഗോഡ് ദുബായ് സഭയുടെ ശുശ്രൂഷകനായി ശുശ്രൂഷിച്ചനന്തരമായി മടങ്ങി വന്ന എൻ്റെ ശുശ്രൂഷ കാലയളവിന് ശേഷമായി 2ാം ഊഴമായി ആന്റണി ജോസഫ് കുടുംബമായി കുറവലങ്ങാട് സഭയുടെ ശുശ്രൂഷ ഏറ്റെടുക്കുവാനും ഇതപര്യന്തം ആ ശുശ്രൂഷയെ ദൈവകൃപയിൽ സഭയെ നയിക്കുവാൻ തക്കവണ്ണം ഇടയായിക്കൊണ്ടിരിക്കുന്നു. പ്രിയ കർത്തൃദാസനും കുടുംബത്തിനും ശുശ്രൂഷ കാലയളവിൽ എല്ലാവിധമാകുന്ന അനുഗ്രഹങ്ങളും ദൈവമായ കർത്താവ് നൽകി തരുമാറാകട്ടെ. അവിടെയുള്ള ഓരോ കുടുംബങ്ങളെയും ഞങ്ങൾ നന്ദിയോടെ ഓർക്കുന്നു, സ്മരിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ പ്രത്യേകമാകുന്ന നിലയിലുള്ള നന്ദിയും സ്നേഹവും ഞങ്ങൾ അർപ്പിക്കുന്നു. ഈ പ്രത്യേക സാഹചര്യത്തിൽ WMC, CA, സൺഡേ സ്കൂൾ എന്നീ പുത്രിക സംഘടനകൾ സംയുക്തമായി നടത്തപ്പെടുന്ന വാർഷികത്തിൽ ആ സഭയുടെ പ്രത്യേകമാകുന്ന 25 വർഷം പൂർത്തീകരിക്കപ്പെടുന്ന പ്രത്യേക സാഹചര്യത്തിൽ എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും എല്ലാവിധമാകുന്ന ഭാവുകങ്ങളും നേർന്നുകൊള്ളുന്നു. ദൈവമായ കർത്താവ് മേൽക്കും എല്ലാ അനുഗ്രഹങ്ങളും നന്മകളും നൽകട്ടെ. എല്ലാവിധമാകുന്ന വന്ദനവും സ്നേഹവും നൽകിക്കൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കൽപ്പിക്കുന്നു. ഗോഡ് ബ്ലെസ് യു ഓൾ. 2022 പാസ്റ്റർ ഒ സജിമോൻ ശുശ്രൂഷകൾ നിർവഹിച്ച ശേഷം ഇവിടുന്ന് സ്ഥലം മാറിപ്പോകുകയും തൽസ്ഥാനത്തേക്ക് ദൈവിക വാഗ്ദത്ത നിവൃത്തിയായി പാസ്റ്റർ ആന്റണി ജോസഫ് ദൈവിക ശുശ്രൂഷകൾക്ക് മടങ്ങി വന്നു. ഈ 2022 ശേഷം ഞാൻ ഇവിടെ കടന്നു വന്നു. ഈ 25ാമത്തെ വർഷത്തോടുള്ള ബന്ധത്തിൽ നമുക്ക് മുകളിൽ ഒരു ഓഡിറ്റോറിയം പണിയുവാനും കർത്താവ് സഹായിച്ചു. നമ്മുടെ ശവക്കോട്ടയുടെ ചില പണികൾ നടത്തുവാൻ ദൈവമായ കർത്താവ് ഇടയാക്കി. ദൈവ സഭ അനുഗ്രഹത്തോടെ അത് പോകുന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുകയും ചെയ്യുകയാണ്. നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട അതേ സ്തോത്രം ഒരു സുവിശേഷീകരണ ടീം തന്നെ നമുക്കുണ്ട്. അതേ സ്തോത്രം പാടുവാൻ നമ്മുടെ കുഞ്ഞുങ്ങൾ വളരെ ശക്തമായ രീതിയിൽ പാടുന്ന കുഞ്ഞുങ്ങളാണ്. ഇൻസ്ട്രുമെന്റ്സ് അനുഗ്രഹിക്കപ്പെട്ട രീതിയിൽ വായിക്കുന്നവരാണ്.
പ്രസംഗിക്കുവാൻ പ്രസംഗകരും ഇവിടെ ഉള്ളതുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പ്രൈസ് ലോർഡ്. ബഥേൽ ഏരി ചർച്ചിന്റെ ആലയം പണി പൂർത്തീകരിച്ചിട്ട് ഇന്നേക്ക് 25 വർഷം തികഞ്ഞിരിക്കുന്ന സന്തോഷത്തിലാണ് എല്ലാവരും എന്നറിയാം. ഞങ്ങളും കുടുംബമായ സന്തോഷത്തിൽ പങ്കുചേരുന്നു. കഴിഞ്ഞ 25 വർഷക്കാലം ദൈവം ദൈവസഭ ദേശത്ത് പരിപാലിച്ചു. അതിന്റെ പിൻപിൽ വളരെയധികം പ്രയാസങ്ങൾ, പ്രതികൂലങ്ങൾ ആഞ്ഞടിച്ചപ്പോഴും സർവ്വകൃപാലുവ ദൈവം ദൈവസഭ ദേശത്ത് നിലനിർത്തിയ ദൈവത്തിന് വേണ്ടി കൃപയ്ക്കായി നന്ദിയേറ്റുന്നു. എനിക്ക് 3 വയസ്സുള്ളപ്പോഴാണ് പപ്പ ആ ദേശത്ത് സുവിശേഷത്തിന് വിത്തുമായി കടന്നു വരുവാൻ ദൈവം സഹായിച്ചത്. ഇത്രത്തോളം ദൈവസഭ ദേശത്ത് പരിപാലിച്ചു. ഞാൻ 5ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ് ഹാളിന്റെ ഉദ്ഘാടനം നടക്കുന്നത് 1999 ഡിസംബർ മാസത്തിൽ. ഇതുവരെ ദൈവസഭ ദേശത്ത് നിലനിൽക്കുവാൻ ദൈവടിയാക്കിയ വലിയ കൃപയ്ക്കായി നന്ദിയേറ്റുന്നു. അതിന് പിൻപിൽ വളരെയധികം പ്രയാസമുണ്ടായിരുന്നു. അനവധി കഷ്ടങ്ങളും ഞെരുക്കങ്ങളും എല്ലാം അനുഭവിച്ചു. എന്നാൽ ദൈവസഭയെ ഈ ദേശത്ത് നടത്തിയ ദൈവത്തിന് വലിയ കൃപയ്ക്കായി നന്ദിയേറ്റുന്നു. ദൈവസഭയ്ക്ക് വേണ്ടി അധ്വാനിച്ച അനേക വ്യക്തിജീവിതങ്ങളുണ്ട്. പ്രാർത്ഥനയിൽ, സാമ്പത്തികമായി, അല്ലാതെ തന്നെ കമ്മിറ്റിക്കാരെ, പ്രത്യേകിച്ച് പുയപ്പടത്തിലെ ബെന്നിഷൻ ചേട്ടൻ തന്റെ കുടുംബം പോലും മറന്ന് ദൈവാലയത്തിന് വേണ്ടി അധ്വാനിച്ചവരാണ് അവരെല്ലാം. അവരെല്ലാം ഈ തരുണത്തിൽ ഞങ്ങൾ ഓർക്കുന്നു. തുടർന്നും ദൈവസഭ ദേശത്ത് അനുഗ്രഹിക്കപ്പെടുന്ന നിലവാരത്തിൽ മുൻപോട്ട് നയിക്കപ്പെടുന്ന ദൈവം സഹായിക്കേണ്ടതിനും തിരുവനന്തപുരത്തിൽ ഒരു വാക്യമുണ്ട്, എന്റെ ആലയം സകല ജാതികൾക്കുള്ള പ്രാർത്ഥനാലയം എന്നറിയപ്പെടുന്നു. ആ വാക്യപ്രകാരം അനേക ജാതികൾ ആ ദേശത്തൊന്നും ദൈവത്തെ കണ്ടുമുട്ടേണ്ടതിനും മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിപ്പാൻ കഴിയുള്ള ദൈവത്തിന്റെ പ്രകാരം ആ ദേശത്തൊരു വിളക്കായി ദൈവസഭ ശോഭിപ്പിക്കപ്പെടേണ്ടതിനും അടികളുടെയും കുടുംബത്തിന്റെയും പ്രാർത്ഥന എന്നും ദൈവസഭയ്ക്കുണ്ടാവും. തുടർന്നും ദൈവസഭ കുടുംബങ്ങളെയും ദൈവം അനുഗ്രഹിക്കേണ്ടതിന് ദൈവസഭയിൽ കടന്നു എല്ലാ വ്യക്തിത്വവും പ്രാർത്ഥിക്കണം അപേക്ഷിക്കുന്നു. സകലവിധ മംഗളങ്ങളും ആശംസകളും പ്രാർത്ഥനകളും നേരുന്നു. തുടർന്നും ദൈവസഭയെ ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വം. എല്ലാവർക്കും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനങ്ങൾ. കുറവളിങ്ങാട് അസംബ്ലീസ് ഓഫ് ഗോഡ് ദൈവസഭയുടെ ചരിത്രത്തിൽ നീണ്ട 25 വർഷങ്ങൾ എന്ന നിർണായകമായ ഈ നാഴികക്കല്ല് പിന്നിടുന്ന പ്രത്യേക ദിനങ്ങളിൽ ഇവിടെയുള്ള ദൈവസഭയ്ക്ക്, കർത്താവിന്റെ ദാസന്, കുടുംബത്തിന് എന്റെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും പ്രാരംഭമായി ഞാൻ നേരുകയാണ്. കുറവളിങ്ങാട് പല നിലകളിൽ ചരിത്രമുറങ്ങുന്ന മണ്ണാണ്. ഈ ദേശത്ത് നിത്യതയുടെ വിത്ത് പാകി മുളപ്പിച്ച് ദൈവസഭയ്ക്ക് ഉജ്ജ്വലമായ ഒരു ചരിത്രം രചിക്കുവാൻ ദൈവത്താൽ ഉപയോഗിക്കപ്പെട്ട അനുഗ്രഹിക്കപ്പെട്ട കർത്തൃദാസൻ ബഹുമാനപ്പെട്ട പാസ്റ്റർ ആന്റണി ജോസഫ് കുടുംബം, അവരെ ഓർത്ത് ഞാൻ സർവശക്തനായ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. എന്റെ വ്യക്തിപരമായ ജീവിതത്തിൽ കർത്താവായ യേശുവിനെ രക്ഷകനാഥനുമായി സ്വീകരിക്കുവാൻ എനിക്ക് അവസരമുണ്ടായത് 2001 ഏതാണ്ട് അതേ വർഷം തന്നെയാണ് ഈ സഭയുടെ ഭാഗമാകുവാൻ ഈ ഉള്ളവനും ഭാഗ്യം ലഭിച്ചത്. ഒരു ദൈവസഭയുടെ ആത്മീക ആരോഗ്യത്തിന്റെ മാപകം എന്നത് ആ ദൈവസഭയിൽ നിന്നും എത്ര ദൈവവേലക്കാരെ വാർത്തെടുക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ന് പറയാറുണ്ട്. ആ നിലയിൽ ചിന്തിച്ചാൽ കുറവളിങ്ങാട് ദൈവസഭയ്ക്ക് എല്ലാ കാലത്തും അഭിമാനിക്കാൻ വക നൽകത്തക്കവണ്ണം നിരവധി ദൈവവേലക്കാരെ വാർത്തെടുക്കുവാൻ ഈ സഭയ്ക്ക് കഴിഞ്ഞു എന്നത് ഈ ചരിത്ര മുഹൂർത്തത്തിൽ നമുക്ക് അഭിമാനം നൽകുന്ന വസ്തുതയാണ്. 2005 ദൈവവചന പഠനത്തിന് വേണ്ടി പുനലൂരുള്ള ബഥേൽ ബൈബിൾ കോളേജിലേക്ക് ബഹുമാനപ്പെട്ട പാസ്റ്റർ ആന്റണി ജോസഫ് എന്നെ പ്രാർത്ഥിച്ചയച്ചത് ഈ പ്രാർത്ഥന ഹാളിൽ നിന്നുമായിരുന്നു. ദൈവവചനം പങ്കുവെക്കേണ്ടത് എങ്ങനെയെന്നും, വീട് വീടാന്തര സുവിശേഷം അറിയിക്കേണ്ടത് എങ്ങനെയെന്നും, പരസ്യയോഗങ്ങൾ പ്രസംഗിക്കേണ്ടത് എങ്ങനെയെന്നും, ഉപവസിക്കേണ്ടത് എങ്ങനെയെന്നും ഒക്കെ ആത്മീക ബാലപാഠങ്ങൾ ഞാൻ പഠിച്ചത് ഈ സഭയിൽ നിന്നും കർത്തൃദാസനിൽ നിന്നുമായിരുന്നു എന്ന് പറയുന്നതിൽ എനിക്ക് വലിയ അഭിമാനമുണ്ട്. കഴിഞ്ഞ 17 വർഷങ്ങൾ പട്ടാമ്പിയിലും കോഴിക്കോടും ഇപ്പോൾ കുവൈറ്റിലും ഒക്കെയായി ഒരു ദൈവവേലക്കാരൻ എന്ന നിലയിൽ എന്നെ നിലനിർത്തിയത് ഈ സഭയിൽ നിന്നും എനിക്ക് ലഭിച്ച ആത്മീക ബാലപാഠങ്ങളും പ്രാർത്ഥന പിന്തുണയുമാണ് എന്ന് പറയുന്നതിൽ എനിക്ക് എല്ലായ്പ്പോഴും സന്തോഷമാണുള്ളത്. ഈ നിർണായക ചരിത്ര നിമിഷത്തിൽ നമ്മുടെ മുമ്പിലുള്ള ദൗത്യം വലുതാണ് എന്നത് നമ്മെ പരിശുദ്ധാത്മാവ് ഓർമ്മപ്പെടുത്തുകയാണ്. സുവിശേഷം ഇനിയും എത്തിയിട്ടില്ലാത്ത 10,000 ഭവനങ്ങളെ കർത്താവിന്റെ സുവിശേഷവുമായി സന്ധിക്കുവാൻ സർവശക്തനായ ദൈവം നമ്മെ പിന്നെയും അഭിഷേകം ചെയ്യട്ടെ. പാരമ്പര്യത്തിന്റെ കോട്ട കൊത്തലങ്ങൾ തകർത്തെറിഞ്ഞ് സുവിശേഷത്തിന്റെ വിത്ത് പാകുവാൻ പിന്നെയും ദൈവസഭയുടെ മുമ്പിൽ ദൈവം ഒരു വലിയ ദൗത്യം ഫലമേൽപ്പിച്ചിരിക്കുമ്പോൾ ഈ നിർണായക ചരിത്ര മുഹൂർത്തത്തിൽ സർവശക്തനായ ദൈവം അതിനുള്ള ആത്മബലം കൊണ്ടും ദൈവകൃപ കൊണ്ടും ഇവിടെയുള്ള ദൈവസഭയെ, ദൈവദാസനെ ശക്തമായി നിറയ്ക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കുന്നു. നന്ദി. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. കർത്തൃദാസനും എല്ലാ ദൈവങ്ങൾക്കും വേഗം വരുന്നതിനായി യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനം ഞാൻ അറിയിക്കുകയാണ്. 1995 ഞങ്ങൾ കുടുംബമായിട്ട് കുറവലങ്ങാട് അസംബ്ലീസ് ഓഫ് ഗോഡ് സഭയിൽ ആരാധനയ്ക്കായി കടന്നു വരുന്നത്. ഒരു കണ്ടത്തിൻ്റെ കരയിലുള്ള ഒരു പഴയ ഓടിട്ട വീട്ടിലായിരുന്നു അന്ന് ആരാധന നടന്നുകൊണ്ടിരുന്നത്. അന്ന് അവിടെ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് ഈ സഭയുടെ സ്ഥാപകനും എൻ്റെ ആത്മീയ ഗുരുനാഥനുമായ പാസ്റ്റർ ആന്റണി ജോസഫ് ആയിരുന്നു. ആ കൂട്ടായ്മയിലെ ശുശ്രൂഷ, ആരാധന, പ്രാർത്ഥന ഒക്കെ ഞങ്ങളുടെ ജീവിതത്തിന്, ആത്മീയ ജീവിതത്തിന് വലിയ പ്രയോജനം ചെയ്തു എന്ന് സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ്. പിന്നീട് ഞാൻ തിരുവചനം പഠിക്കുകയും ഈ എൻ്റെ മാതൃസഭയായ കുറവലങ്ങാട് ചർച്ചിൽ
സഹശുശ്രൂഷകനായി ദേവദാസന്മാരോട് ചേർന്ന് പ്രവർത്തിക്കാനും കർത്താവ് സഹായിച്ചു. കഴിഞ്ഞ നാളുകളിൽ ഒരു പഴയ ഷെഡിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ മനോഹരമായ ഒരു ആലയം കർത്താവ് നമുക്ക് തന്നു. നമ്മൾ ദൈവം തന്ന ആ ഉപകാരങ്ങളെ ഈ നല്ല ആലയത്തിലിരുന്ന് ആരാധിക്കുമ്പോഴും കഴിഞ്ഞ കാലങ്ങളിൽ നമ്മെ ദൈവം നടത്തിയതും ഇല്ലായ്മയുടെ വഴികളിൽ കൂടി ദൈവസഭയെ കർത്താവ് നിലനിർത്തിയതും നാം ഒരിക്കലും മറന്നു പോകുവാൻ ഇടയായി തീരരുത്. ഈ ആലയം പണിതതിൻ്റെ 25ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സമയം എല്ലാവിധമായ ആശംസകളും ഞാൻ നേരുകയാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മാത്രം ഉണ്ടായിരിക്കട്ടെ. ഓരോ മനുഷ്യനും ഭൂമിയിൽ വസിക്കുന്നതിന് ഒരു ജന്മഗൃഹം ആവശ്യമാണ്. നാം ഓരോരുത്തരും ഓരോ ജന്മഗൃഹങ്ങളിലാണ് വസിച്ചിരുന്നത്. അതുപോലെ തന്നെ ആത്മീയ ജീവിതത്തിൽ വീണ്ടും ജനനത്തിലൂടെ യേശുവിനെ പിൻപറ്റുവാൻ എനിക്ക് ലഭിച്ച ജന്മഗൃഹമാണ് കുറവിലങ്ങാട് അസംബ്ലീസ് ഓഫ് ഗോഡ് എന്ന് പറയുന്ന ദൈവസഭ. ഇന്ന് ഞാൻ വിശ്വാസ ജീവിതത്തിൽ നിൽക്കുവാനും സുവിശേഷ ഘോഷണത്തിൽ പോരാടുവാനും അഭ്യാസം ലഭിച്ചത് ഈ ദൈവസഭയിൽ നിന്നാണ്. ഈ ചർച്ചിൽ ഞാൻ അംഗമാകുന്നത് 2004 വയനാട്ടുകാരനായ ബാബു പാസ്റ്റർ മുഖാന്തരമാണ്. കുടുംബമായി യേശുവിനെ കണ്ടുകൊണ്ടുപോകാൻ രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഇടയായി തീർന്നു. അന്ന് എന്റെ കൈകൾ വെച്ച് പ്രാർത്ഥിച്ച് സ്വീകരിച്ച് ആത്മീയ ശുശ്രൂഷകൾ പഠിപ്പിച്ചു. സുവിശേഷ ഭക്ഷണത്തിന്റെ ബാലപാഠങ്ങൾ അഭ്യസിപ്പിച്ച് എന്റെ ഗുരുനാഥനായ പാസ്റ്റർ ആന്റണി ജോസഫ് ആയിരുന്നു. സ്തോത്രം. അദ്ദേഹം ഇന്നും ദൈവസഭയുടെ ശുശ്രൂഷകനായി ഇരിക്കാനും ദൈവം സഹായിച്ചതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. എന്നെ പോലുള്ള അനേകർക്ക് വീണ്ടും ജന അനുഭവത്തിൽ കൂടി രക്ഷിക്കപ്പെടുന്നവർക്ക് അത്താണിയായി ജന്മഗൃഹമായി കുറവിലങ്ങാട് ദൈവസഭ ആയിത്തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുകയും ചെയ്യുന്നു. 25 വർഷം പൂർത്തിയാകുന്ന ദൈവസഭ എന്റെയും എന്റെ കുടുംബത്തിന്റെയും പ്രാർത്ഥനയും ആശംസകളും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ഉണ്ടാകട്ടെ. ഈ ധന്യ നിമിഷത്തിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കുറവിലങ്ങാട് ബഥൽ അസംബ്ലി ഓഫ് ഗോഡ് സഭയുടെ ആലയ നിർമ്മാണം പൂർത്തീകരിച്ച് 25 വർഷങ്ങൾ പിന്നിടുന്ന ഈ അവസരത്തിൽ ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി കുറച്ചു കാലം ആയിരിക്കാൻ ദൈവമിടയാക്കിയതിൽ വളരെ സന്തോഷവും ദൈവത്തിന് നന്ദിയും അർപ്പിക്കുന്നു. 2001 ജനുവരിയിലാണ് അന്ന് ഈ സഭയുടെ ശുശ്രൂഷകനായിരുന്ന പാസ്റ്റർ ആന്റണി ജോസഫുമായി പരിചയത്തിലാവുകയും തുടർന്ന് ഈ സഭയിൽ ആരാധനയ്ക്കായി കടന്നു വരികയും ഈ സഭയുമായി ബന്ധപ്പെടുകയും ചെയ്യുകയുണ്ടായത്. അതിനുശേഷം ഏതാണ്ട് 20-23 വർഷങ്ങളോളം ഈ സഭയുമായുള്ള ബന്ധത്തിൽ ആത്മീയ ഭൗതിക കാര്യങ്ങളിൽ സഹകരിച്ചുകൊണ്ട് ആയിരിക്കാൻ ദൈവമിടയാക്കിയതിൽ വളരെ സന്തോഷവും ദൈവത്തിന് നന്ദിയും അർപ്പിക്കുന്നു. ഈ സഭയുടെ വിവിധ ആത്മീയ ഭൗതിക കാര്യങ്ങളിൽ കഴിഞ്ഞ നാളുകളിൽ സഹകരിപ്പാനും ഇവിടെ കടന്നു വന്ന് ശുശ്രൂഷിച്ച പല ദൈവദാസന്മാർക്കും സഹായമായും ശുശ്രൂഷയ്ക്ക് കൈത്താങ്ങലായും ഒക്കെ ആയിരിക്കാൻ ദൈവമിടയാക്കിയതിൽ ഞാൻ അതിയായ ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തിന് നന്ദി അർപ്പിക്കുകയും ചെയ്യുകയാണ്. കുടുംബമായി ഞങ്ങളോടും ഈ സഭ വളരെ ആത്മാർത്ഥമായി സഹകരിക്കുകയും വളരെ കൈത്താങ്ങം നൽകുകയും പ്രാർത്ഥനയിൽ ഞങ്ങളെ ഓർക്കുകയും ഒക്കെ ചെയ്തതോർത്ത് സഭയോടുള്ള നന്ദിയും ഈ അവസരത്തിൽ അറിയിക്കുകയാണ്. സഭയുടെ വിവിധ ആത്മീയ പ്രവർത്തനങ്ങളിൽ സൺഡേ സ്കൂൾ അധ്യാപകനായും CAയുടെ ചുമതലക്കാരനായി കുറച്ചു കാലവും അതോടൊപ്പം സഭയിലെ കമ്മിറ്റി അംഗമായും ട്രഷറർ, സെക്രട്ടറി എന്നീ നിലകളിലും ഇവിടെ ഉണ്ടായിരുന്ന ദൈവദാസന്മാരോടും ദൈവജനത്തോടും ചേർന്ന് പ്രവർത്തിപ്പാൻ ഇടയായതിൽ അതിന് വളരെ സന്തോഷവും അഭിമാനവും ഉണ്ട്. എന്റെ 2 കുഞ്ഞുങ്ങളും ഈ സഭയിലാണ് സ്നാനപ്പെടുകയും ദൈവസന്നിധിയിൽ ആവുകയും ചെയ്തത്. അത് ഞങ്ങൾക്ക് വളരെ അഭിമാനത്തോടെ പറയുവാൻ കഴിയുന്ന ഒരു കാര്യമാണ്. ഈ അവസരത്തിൽ തുടർന്നുള്ള ഈ സഭയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ദൈവം വളരെ അനുഗ്രഹങ്ങൾ നൽകട്ടെ, ധാരാളമായി വർദ്ധിപ്പിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഈ അവസരത്തിൽ അറിയിക്കുന്നു. അതോടൊപ്പം തുടർന്നുള്ള പ്രവർത്തനങ്ങൾക്ക് ഇവിടെ ദൈവദാസന്, ദൈവമക്കൾക്ക്, സഭയുടെ ചുമതലക്കാർക്കെല്ലാം ദൈവമധ്യമായ കൃപ നൽകട്ടെ എന്ന് ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് ഞാൻ എന്റെ വാക്കുകളെ ചുരുക്കുന്നു. പ്രൈസ് ലോർഡ്. 25ാം വാർഷികം ആഘോഷിക്കുന്ന കുറവിലങ്ങാട് ബഥൽ AG സഭയ്ക്ക് എന്റെയും എന്റെ കുടുംബത്തിന്റെയും ആശംസകൾ അറിയിക്കുന്നു. അനേകരെ ക്രിസ്തുവിൽ ആദായപ്പെടുത്തുവാൻ ഈ സഭയെ ദൈവം ഇടയാക്കട്ടെ. ഞങ്ങളുടെ പ്രാർത്ഥനയും ഞങ്ങളുടെ സപ്പോർട്ടും എല്ലാ നാളും നിങ്ങളോട് കൂടെ ഉണ്ടാകും. ദൈവം എല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ 33 വർഷക്കാലം ദൈവസഭയെ ദൈവം നടത്തി. മനോഹരമായ ആലയം പണിയുവാനും ഈ ദേശത്ത് നിന്ന് അനേകരെ ദൈവരാജ്യത്തിനായി നേടുവാനും ദൈവം സഹായിച്ചു. അതോടൊപ്പം എടുത്തു പറയപ്പെടേണ്ട ഒരു കാര്യമാണ് പാസ്റ്ററോടൊപ്പം താങ്ങും തണലുമായി പ്രവർത്തിച്ച നിരവധി കമ്മിറ്റി അംഗങ്ങളെ നന്ദിയോടെ ഓർക്കുന്നു. ചെറിയ നാമ്പിൽ നിന്ന് ഒരു വൃക്ഷമായി ദൈവസഭയെ ദേശത്ത് പടർന്നു പന്തലിച്ചു. നിരവധി പ്രവർത്തനങ്ങൾ ദൈവസഭയുടെ ഭാഗമായി ഈ ദേശത്ത് ചെയ്തു പോരുന്നു. സഭയുടെ വളർച്ചയുടെ നിധാനമാണ് പുത്രിക സംഘടനകളായ സൺഡേ സ്കൂൾ, CA, WMC പ്രവർത്തനങ്ങൾ സജീവമായി നിലകൊള്ളുന്നു. എല്ലാ ചൊവ്വാഴ്ചകളും WMC നടത്തുവാനും എല്ലാ വെള്ളിയാഴ്ചകളിലും ഫാസ്റ്റിംഗ് പ്രയർ നടത്തുവാനും ശനിയാഴ്ചകളിൽ കാത്തിരിപ്പ് യോഗവും ഞായറാഴ്ചകളിൽ രാവിലെ 8 മണി മുതൽ 10 മണി വരെയും രാവിലെ 11 മണി മുതൽ ഉച്ചയ്ക്ക് 1 മണി വരെയും 2 സഭായോഗങ്ങളും രാവിലെ 10 മണി മുതൽ 11 മണി വരെ ബൈബിൾ ക്ലാസും നടത്തുവാൻ ദൈവം സഹായിക്കുന്നു. ഈ 25 വർഷം
അത് തികയുമ്പോൾ വളരെ അനുഗ്രഹത്തോട്, ആവേശത്തോട്, അതേ സ്തോത്രം കൃപാവരങ്ങളോട് ഈ സഭയെ സ്വർഗ്ഗത്തിലെ ദൈവം നയിച്ച നടത്തിയ വിധങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. ഇതിന്റെ പിന്നിൽ അതേ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ഉപവസിക്കുകയും അതേ സ്തോത്രം ഇതിനു വേണ്ടി എന്തുമേതുമായി തീരുവാൻ അതേ സ്തോത്രം തയ്യാറെടുക്കുകയും ചെയ്ത എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. ഇത്രത്തോളം ദൈവമായ കർത്താവ് സഹായിച്ചു ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും ദൈവത്തെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. ഇത്രത്തോളം കൊണ്ടുവന്ന ദൈവത്തിന് സകല മാനവും മഹത്വവും അർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ ഈ ഡോക്യുമെന്ററി ദൈവസഭയുടെ മുമ്പാകെ സമർപ്പിക്കുന്നു. ദൈവമേ, നന്ദി എന്നേശുപരാ.